ബി.ജെ.പിയിലേക്ക് നേതാക്കന്മാരുടെ പ്രവാഹമാണ്. ഇപ്പോൾ അടുത്തതായി വരാൻ പോകുന്ന ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ബി.ജെ.പിയിലേക്ക് എത്തുന്നു. ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ബി.ജെ.പി നേതാക്കളുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തിയിരിക്കുന്നത്. ബീഹാറിലെ തിരിച്ചടിക്ക് പിന്നാലെ മഹാസഖ്യം പിളർപ്പിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ജാർഖണ്ഡിൽ വൻ അട്ടിമറി നീക്കം നടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ബി.ജെ.പി നേതാക്കളുമായിട്ട് ചർച്ച നടത്തുന്ന ഹേമന്ത് സോറനും കൽപ്പനയും നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമെന്ന് പറയപ്പെടുന്നതാണ്. ഇവിടെ ഇ.ഡിയുടെ കേസുകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഹേമന്ത് സോറൻ രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന് കനത്ത തിരിച്ചടിയേറ്റതിന് പിന്നാലെ അടുത്ത് കിടക്കുന്ന ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുന്ന റിപ്പോർട്ടുകൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ എന്നിവർ മുതിർന്ന ബി.ജെ.പി നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാറ്റം അനിവാര്യമാണ് എന്നവർ ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബി.ജെ.പിയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു. ഇരുവരും ഇപ്പോൾ ഡൽഹിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളാണ് പിളർപ്പിന് പിന്നിൽ എന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ അടക്കം സൂചിപ്പിക്കുന്നത്. അതായത് മഹാസഖ്യത്തിന്റെ ഭാഗമായിട്ട് 16 നിയമസഭാ സീറ്റുകൾക്കായിട്ട് ജാർഖണ്ഡ് മുക്തി മോർച്ച അന്ന് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ RJD കോൺഗ്രസ് നേതൃത്വങ്ങൾ അവസാന നിമിഷം വരെ ആ തീരുമാനം വൈകിപ്പിച്ചു. ഇത് പാർട്ടി നേതൃത്വത്തെയും മാത്രമല്ല RJDയുമായിട്ടും കോൺഗ്രസുമായിട്ടുള്ള നിലവിലെ സഖ്യത്തെ തന്നെ പുനഃപരിശോധിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ്. കേന്ദ്രവുമായിട്ട് മെച്ചപ്പെട്ട ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ജാർഖണ്ഡ് വികസനം കൈവരിക്കുക, അന്തരിച്ച JMM സ്ഥാപകനും മുൻ മുഖ്യമന്ത്രിയുടെ ഷിബു സോറന് ഭാരതരത്ന നൽകുന്ന കാര്യം പരിഗണിക്കുക മുതലായിട്ടുള്ള ലക്ഷ്യങ്ങളും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് വിവരം. കൂടാതെ അഴിമതി ആരോപണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലവിലുള്ള കേസുകളും മുന്നണി മാറ്റത്തിന്റെ കാരണങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓഗസ്റ്റിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതും നിലവിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലുള്ളതുമായിട്ടുള്ള പുതിയ ബില്ല് പ്രകാരം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ 31-ാം ദിവസം സ്ഥാനമൊഴിയില്ല, അല്ലെങ്കിൽ തനിയെ സ്ഥാനം നഷ്ടപ്പെടും. അറസ്റ്റും മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും മൂലമുണ്ടായിട്ടുള്ള ആശങ്കയും ഇപ്പോൾ ഒരു മുന്നണി മാറ്റത്തിലേക്ക് ഈ ഷിബു സോറന്റെ മകനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹേമന്ത് സോറനും കൽപ്പന സോറനും കൂടെ ചേർന്ന് നിലവിൽ ബി.ജെ.പി അംഗങ്ങളെ കാണുന്നതും ബി.ജെ.പി നേതാക്കളെ കണ്ട് സംസാരിക്കുന്നത്. നിലവിലെ JMM നേതൃത്വത്തിലുള്ള സഖ്യത്തിന് 56 സീറ്റുകളാണ് ജാർഖണ്ഡ് നിയമസഭയിലുള്ളത്. JMMന് 34 സീറ്റുകളും കോൺഗ്രസിന് 16 സീറ്റുകളും രാഷ്ട്രീയ ജനതാദളിന് 4 സീറ്റും ഇടതുപക്ഷത്തിന് 2 സീറ്റുകളുമാണ് ഉള്ളത്. ബി.ജെ.പിക്ക് 21 സീറ്റുകൾ അവിടെ ഉണ്ട്. അങ്ങനെ LJP 1 സീറ്റിലും മാത്രമല്ല AGSU എന്ന് പറയുന്നത് 1 സീറ്റിലും JDU 1 സീറ്റിലുമാണ് ജാർഖണ്ഡിലുള്ളത്. പ്രതിപക്ഷ കക്ഷി നില എന്ന് പറയപ്പെടുന്നത് JMM ബി.ജെ.പിയുമായിട്ട് സഖ്യം രൂപവൽക്കരിക്കുകയാണെങ്കിൽ സഖ്യത്തിൽ 58 MLA-മാരുണ്ടാകും. 16 കോൺഗ്രസ് MLA-മാരിൽ കുറഞ്ഞത് 8 പേരെങ്കിലും ബി.ജെ.പി പിന്തുണയിൽ JMM-ൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. അങ്ങനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് 11 കോൺഗ്രസ് നിയമസഭാ അംഗങ്ങളെങ്കിലും പാർട്ടി പുലർത്തി മുന്നണി മാറേണ്ടി വരും. അത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പാർട്ടി പുലർത്തുവാനും മുന്നണി മാറുവാനും ഇപ്പോൾ കോൺഗ്രസുകാർക്ക് വലിയ മടിയില്ലാത്തത് കൊണ്ട് തന്നെ 16-ൽ 11 പേരും മിക്കവാറും JMM-നോടൊപ്പം ചേരുകയും ഒപ്പം തന്നെ ഹേമന്ത് സോറനോടൊപ്പം ചേർന്ന് ബി.ജെ.പിയോടൊപ്പം നിന്നുകൊണ്ട് ഒരു പുതിയ മന്ത്രിസഭ അവിടെ രൂപീകരിക്കുവാനുള്ള സാധ്യതകളും ഉണ്ട് എന്നതാണ്. അപ്പൊ അങ്ങനെ പുതിയ ഒരു സഖ്യത്തിലേക്ക് എത്തപ്പെടും. ആ ഒരു പുതിയ സഖ്യത്തിന്റെ രൂപീകരണം എന്ന് പറയപ്പെടുന്നത് JMM നേതൃത്വ സഖ്യത്തിനുള്ള സീറ്റുകൾ അനുസരിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ JMM-ന് 34 സീറ്റുകളും കോൺഗ്രസിന് 16 സീറ്റുകളും ഉണ്ട്. രാഷ്ട്രീയ ജനതാദളിന് 4 സീറ്റും ഇടതുപക്ഷത്തിന്റെ 2 സീറ്റുകളും ചേർന്ന് 56 സീറ്റുകളിലേക്ക് എത്തപ്പെടുമ്പോൾ JMM-ന്റെ 34 സീറ്റും ബി.ജെ.പിയുടെ 21 സീറ്റും ചേർത്തുകൊണ്ട് ഏകദേശം 55 സീറ്റുകളിലേക്ക് അവർക്ക് എത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പുതിയ സഖ്യം രൂപീകരിക്കുവാനും ജാർഖണ്ഡിൽ പുതിയൊരു മന്ത്രിസഭ ഉണ്ടാക്കുവാനും ഹേമന്ത് സോറന് വീണ്ടും മുഖ്യമന്ത്രിയാകുവാനും അതിലൂടെ കഴിയും. മാത്രമല്ല ഇ.ഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളടക്കം ബി.ജെ.പിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ എഴുതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ നിന്നും ഹേമന്ത് സോറന് രക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെയാണ് പല നേതാക്കന്മാരും അവരുടെ പാർട്ടിയും അവരോടൊപ്പമുള്ള പ്രതിപക്ഷ പാർട്ടി സംഘടനകളും മുന്നണികളും ഒക്കെ വിട്ട് ബി.ജെ.പിയിൽ ചേക്കേറാൻ ശ്രമിക്കുന്നത്. ഇനിയുള്ള കാലങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ ഇതുപോലെ ഒരുപാട് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ബി.ജെ.പിയിലേക്ക് ചേരുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയുകയും ചെയ്യാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്.
സാധാരണ മനുഷ്യരോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച